അപ്പോൾ വസു ആദ്യം സിനിമയെ കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ 10th സ്റ്റാൻഡേർഡിലാണെന്ന് അറിയാൻ സാധിച്ചു. 10th പോവാണ്. അപ്പൊ എങ്ങനെയാ പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? ബിസി ആക്ടിങ് ലൈഫിനിടയ്ക്ക് പഠിത്തം ഇതുവരെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കുറെ സ്കൂളിലുള്ള ഓരോ പരിപാടികളിലൊക്കെ ഇപ്പോൾ കലോത്സവമോ അതായത് കുറേ എണ്ണത്തിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ എനിക്ക് USS LSS സ്കോളർഷിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റഡ് സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പഠിത്തത്തിലൊന്നും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ടീച്ചർമാരും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ എനിക്ക് മനസ്സിലാക്കിയിട്ടൊക്കെ സിനിമയ്ക്ക് ഇതുവരെ പോവാണ്ടിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ നമ്മളുടെ സിനിമയെ കുറിച്ച് ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിന്റെയും കൂടി ഇങ്ങനെ അഭിനയിച്ചു വരികയാണ്. ഇതാ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ വരെ ആക്ട് ചെയ്തിരിക്കുകയാണ്. സോ ടെൽ us എന്താണ് എക്സ്പീരിയൻസ് അബൌട്ട് ഈ ഒരു മൂവിനെ കുറിച്ച്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഒന്നാമത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സെറ്റിലുള്ള എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ മുതലേ നല്ല എക്സൈറ്റഡ് തന്നെ ആയിട്ടാവും. അതേപോലെ തന്നെ ഞാനുമാണ്. ഈ സിനിമയിൽ എന്നെ ചൂസ് ചെയ്തപ്പോൾ മുതലേ, ഇതിൽ ഞാൻ അറിഞ്ഞപ്പോൾ മുതലേ ഞാൻ വളരെയധികം തന്നെ കാത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സിനിമയുടെ സെറ്റിൽ പോയപ്പോഴും എല്ലാവരും അടിപൊളിയാണ് ഒന്നാമത്. പിന്നെ മമ്മൂട്ടി, ഞാൻ മാമാന്നാ പറയാ, എല്ലാവരും എന്നെ വിളിക്കാന്നുള്ളതുകൊണ്ട് മമ്മൂട്ടി മാമനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ സിനിമയുടെ ഒരു ലെവൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, നല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നി. നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇത്രയും വലിയൊരു സിനിമയിൽ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് പറ്റുന്നത്ര നന്നായി ചെയ്യാൻ പറ്റി. അത് എത്രത്തോളം നന്നാവുന്ന സിനിമ കാണാം അല്ലേ? എനിക്ക് ഏപ്രിൽ 10th തിയേറ്ററിൽ ലൈവ് ആയിട്ട് കാണാം അല്ലേ? അപ്പോൾ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, മമ്മൂട്ടി മാമ എന്നുള്ള ആ ഒരു ഭയങ്കര ക്യൂട്ടായിട്ട്. അപ്പോൾ ഐശ്വര്യ, സോ എനിക്ക് ചെന്നൈ ആണോ ഐശ്വര്യ ശരിക്കും ബേസ്ഡ്? അതെ, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഈറോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സെറ്റിൽ പാസ്റ്റ് ഫ്രം കോളേജിൽ നിന്ന് ചെന്നൈയിലാണ് സെറ്റിൽ. മോഡലിംഗ് വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? പണ്ട് ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 17 വയസ്സ് തൊട്ട് ഐ ബീൻ ലൈക്ക് ഡൂയിങ് ആഡ്സ് ആൻഡ് ഓൾ മോഡലിംഗ് ആസ് ഇൻ ലൈക്ക് ലോട്ട് ഓഫ് ആഡ്സ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു. സോ അങ്ങനെയാണ് സിനിമയിൽ കയറിയത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു ബസൂക്കയിലോട്ടുള്ള ഒരു ഇൻവിറ്റേഷനും ആ ഒരു ജേർണി എന്തായിരുന്നു? ബസൂക്ക എനിക്ക് കിട്ടിയത് ത്രൂ നമ്മുടെ ഡയറക്ടർ ഡീനോ ഡെന്നിസ് സാറാണ് അപ്രോച്ച് ചെയ്തത് ഫോർ ദിസ് ഫിലിം. ആൻഡ് ഇറ്റ്സ് എ മമ്മൂക്കാസ് ഫിലിം. ഇറ്റ്സ് ലൈക്ക് എവറി ആക്ടേഴ്സ് ഡ്രീം ടു വർക്ക് വിത്ത് മമ്മൂക്ക. ആൻഡ് എനിക്ക് എൻ്റെ റോളും ഇഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. അത് കാരണം ഇറ്റ് വാസ് ലൈക്ക് എ നോ ബ്രെയിനർ. ഓഫ് കോഴ്സ് ഐ ഹാഡ് ടു ലൈക്ക് സേ യെസ് ടു ദിസ്. സോ ദാറ്റ്സ് ഹൗ ഐ ആം ഓൺ ബോർഡ് ഫോർ ബസൂക്ക. ഓക്കെ, അബൌട്ട് ദി ക്യാരക്ടർ, ഈ ഒരു സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഈ പടത്തിൽ ജോവിറ്റ എന്ന് പറഞ്ഞിട്ടാണ്. അത്രയും റിവീൽ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങളുടെ ഡയറക്ടർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ പറയരുതെന്ന്. സോ ക്യാരക്ടറിൻ്റെ പേര് ജോവിറ്റ എന്നാണ്. പാവം കുട്ടിയാണ്, നാടൻ കുട്ടിയാണ്. അതാണ് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ. മറ്റേ നിങ്ങൾ തിയേറ്ററിൽ മമ്മൂക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനൊക്കെ അത് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എല്ലാം സസ്പെൻസ് ആണ്. എല്ലാം നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ മനസ്സിലാക്കുക.